കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ നവജാത ശിശുവിന് ചികിത്സാ പിഴവെന്ന ആരോപണം. കുടുംബത്തിന്റെ പരാതിയിൽ ഡോക്ടർക്കും നഴ്സിനുമെതിരെ പോലീസ് കേസെടുത്തു. കണ്ണൂർ പെരിങ്ങോരത്തെ ശ്രീജു രേവതി ദമ്പതികളുടെ കുഞ്ഞിന്റെ ശരീരത്തിൽ സൂചി കുടുങ്ങിയതായിരുന്നു പരാതി. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പറഞ്ഞു. 2024 ഡിസംബർ 24 ജനിച്ച പെൺകുട്ടിക്ക് തൊട്ടടുത്ത ദിവസം ഹെപ്പറ്റൈറ്റിസ് വാക്സിനേഷൻ നൽകുന്നതിനിടെ ഡോക്ടറുടെയും നഴ്സിന്റെയും ഭാഗത്ത് പിഴവ് സംഭവിച്ചു എന്നാണ് പരാതി. വാക്സിൻ നൽകാൻ ഉപയോഗിച്ച 3.7 സെന്റിമീറ്റർ സൂചി കുട്ടിയുടെ തുടയിൽ കുടുങ്ങിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കുട്ടി അസഹനീയമായ വേദന പ്രകടിപ്പിച്ചതോടെ മാതാപിതാക്കൾ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ശരീരത്തിൽ സൂചി കുടുങ്ങിക്കിടക്കുന്നത് കണ്ടത്. നമ്മൾ ആകെപ്പാടെ വന്നത് ഈ ഹോസ്പിറ്റലിൽ ഒന്ന് പ്രസവിക്കുന്ന സമയത്ത് വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണിക്കാൻ വന്നു. എന്നിട്ട് കുറവില്ലാത്തതുകൊണ്ട് 5 ദിവസം കഴിഞ്ഞിട്ട് ആദ്യം വന്നു. പിന്നെയും കുറവില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയത്. നമ്മൾ വീട്ടിൽ സൂചി ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. പരാതിയിൽ പരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടർക്കും സ്റ്റാഫിനുമെതിരെയാണ് BNS 125A പ്രകാരം കേസെടുത്തത്. സംഭവത്തിൽ ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേക സമിതിക്കാണ് അന്വേഷണ ചുമതല. എന്നാൽ വാക്സിൻ നൽകാൻ ഇത്തരം സൂചികൾ ഉപയോഗിക്കാറില്ലെന്നാണ് മെഡിക്കൽ കോളേജ് നൽകുന്ന വിശദീകരണം. മീഡിയ 1 കണ്ണൂർ.